Let's rage! ആഘോഷങ്ങളാക്കി ആഘോഷിക്കുന്ന മലയാളികളുടെ ഈ ഒരു ഓണം സീസണിൽ ഓണായി കഴിഞ്ഞിട്ടുണ്ട്. ക്ലബ് FM 104.8 ഞാൻ RJ വിനീതാണ് നിങ്ങളോടൊപ്പം. അതെ, ഓണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു ആഘോഷമാണ്. ഓണം സെലിബ്രേഷൻസ് എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് അല്ലെ. അതുപോലെ 4 പേര് ഒരുമിച്ച് കൂടുന്ന ഏതൊരു ഭാഗത്താണെങ്കിലും അവിടെ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരിക്കും. അത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ഏതൊരു മുക്കിലും മൂലയിലാണെങ്കിലും ഇവിടെയൊക്കെ ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. എല്ലാം കൂടി ചേരുന്നതാണ് ഓണം എന്ന് പറയുന്നത്. അതില് സദ്യയുടെ ഒരു ഓണമുണ്ട്, പൂക്കളുടെ ഒരു ഓണമുണ്ട്, നിറങ്ങളുടെ ഒരു ഓണമുണ്ട്, പുതിയ വസ്ത്രങ്ങളുടെ ഓണമുണ്ട്. അങ്ങനെ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരുപാട് സംഗതികൾ ചേരുമ്പോഴാണ് ഈ ഓണം ഓണാകുന്നത്. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു മച്ചാനോടൊപ്പമാണ്. ഹലോ, ഹായ്. ഓക്കെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു കക്ഷിയുടെ പേര് ഷിംജു ജെയിംസ്, തൃശ്ശൂർക്കാരനാണ്. ഓക്കെ, തൃശ്ശൂർക്കാരായിട്ടുള്ള ഷിംജു ഭായ്. അപ്പോ ഈ ഓണം എന്ന് പറയുന്നത് സദ്യകളുടെ ഓണമാണ്, ഭക്ഷണത്തിന്റെ ഓണം കൂടി ഉണ്ട് അതിൽ. ആൻഡ് ഇതിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം ആണ് അതിനകത്ത് ചിപ്സ് എന്ന് പറയുന്നത്, ശർക്കര ഉപ്പേരിയും അതുപോലെ തന്നെ കായ വറുത്തത് അല്ലെ. അപ്പൊ ഇവന്മാരെ നമ്മൾ ഈ ഓണത്തിന്റെ ഒരു സമയത്ത് ഇവന്മാരെ വാങ്ങിയില്ലെങ്കിൽ അതൊരു ഓണം ആവില്ല അല്ലെ. വീട്ടില് നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അത് ആദ്യത്തെ ഒരു 4 ദിവസം ലാവിഷായിട്ട് കയ്യിലിട്ട് ഇങ്ങനെ കഴിക്കും. അതിനുശേഷം ആ ഒരു തിരുവോണം ആകുമ്പോഴത്തേക്കും അതിന്റെ തട്ടും പൊടിയൊക്കെ നമ്മളിങ്ങനെ തട്ടിക്കുടഞ്ഞ് ആ ഒരു ഡബ്ബയിൽ നിന്ന് അതെടുത്ത് കഴിക്കും. അവസാനം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും സാധനം തീർന്നല്ലോ നമ്മൾ വീണ്ടും വാങ്ങാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഈ ഓണാകുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ചിപ്സ് ആയി മാറി. ഇവരത് എങ്ങനെയായിരിക്കും അത്? മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഓണം. അത് മാക്സിമം ലെവലില്, എക്സ്ട്രീം ലെവലിൽ മലയാളികൾ അത് എൻജോയ് ചെയ്യും, പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തില്. ഓക്കെ, അതില് ഓണത്തിലെ ഒരു റിയൽ സ്റ്റാർ എന്ന് പറയുന്നത് ശർക്കരപ്പേരിയാണ്. ഓണത്തിന് മാത്രം എല്ലാ മലയാളികളും വൺ ടൈമെങ്കിലും ടേസ്റ്റ് നോക്കുന്ന ഒരു ഐറ്റം. ഇതാണ് റിയൽ സ്റ്റാർ ഓഫ് ദി ഓണം. ഓക്കെ, ഇതില് ശർക്കരപ്പേരിയും കായ വറുത്തതും മലയാളികൾക്ക് ഓണത്തിന് അത്രയും ആസ്വദിച്ച് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഹെൽത്തി ആവണം, നമ്മുടെ ശരീരത്തിന് ഹൈജീൻ ആയിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹൈജീൻ ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. അതേക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയോ വാങ്ങി കഴിക്കണമെന്നല്ലല്ലോ, നല്ലത് വാങ്ങി കഴിക്കണം, നല്ലതിന് വേണ്ടി വാങ്ങി കഴിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് FM 104.8 ഞാൻ RJ വിനീതാണ് ഷിംജുബായോടൊപ്പം. ഞാനിവിടെ മാത്രം കാണിക്കുന്നു ഫൺ. Let's rage! ക്ലബ് FM 104.8 ഞാൻ RJ വിനീതാണ് നിങ്ങളോടൊപ്പം. അതെ, അങ്ങനെ ഓണാഘോഷം ആഘോഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ ഓണക്കാലത്ത് ചിപ്സ് എന്ന് പറയുന്നത്. ഏത് ചിപ്സ്? ശർക്കര ഉപ്പേരിയും അതുപോലെ തന്നെ ഈ കായ വറുത്തതും. മലയാളികളായിട്ടുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യും. ഇതൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. സദ്യ പോലെ തന്നെ പ്രധാനപ്പെട്ട 2 ഐറ്റംസ് ആണ് ഇവര്. അപ്പോ ഷിംജുബായി ഒരിക്കൽ കൂടി സ്വാഗതം. ആൻഡ് നമ്മൾ വഴിയരികളൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പല ചെറിയ കടകളൊക്കെ ഇങ്ങനെ വഴിയരികളിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ വറക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് ചൂടോടുകൂടി തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവറിൽ ഇതൊക്കെ മേടിക്കുന്നത്, അവിടെ നിന്ന് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് എത്രമാത്രം ഹെൽത്തി ആണെന്നുള്ളൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാല് ഈ വാങ്ങുന്ന ആ കവറുകളില് പ്ലെയിൻ കവറാണ്, അതിനകത്ത് അപ്പൊ തന്നെ പാക്ക് ചെയ്ത് അത് ചൂടോട് മേടിക്കുന്നുണ്ട്. ഓക്കെ, എന്റെ അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അതിനകത്ത് യാതൊരു അറിവില്ല. സോ ഇങ്ങനെയൊക്കെ വാങ്ങി കുട്ടി കഴിക്കുന്നത് ഹെൽത്തി ആണോ? തീർച്ചയായും അല്ലാന്നാണ് ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലൈവായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ, ഓപ്പൺ ഏരിയയിലൊക്കെ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മുടെ പൊല്യൂഷനിലുള്ള ബുദ്ധിമുട്ട് അതൊക്കെ അതിലേക്ക് ബാധിക്കുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാടായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ചെറിയ വണ്ടികളിൽ എവിടുന്നാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് പോലും അറിയാണ്ട് ഈ ശർക്കരപ്പേരും കായ്പേരും അങ്ങനെ പല ഐറ്റംസ് വഴിയോര കച്ചവടങ്ങളായിട്ട് വരുന്നുണ്ട്. അതില് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റോ എവിടുന്നാണ് മാനുഫാക്ചറിങ് അങ്ങനെ പല കാര്യങ്ങളും ഇല്ലാണ്ടാണ് അത് വരുന്നത്. ലാഭം കൂടുതൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം. ഒരു 50 രൂപ 100 രൂപ ഓഫറോ ലാഭമോ നോക്കിയിട്ട് നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, ഇതാണ് നമുക്ക് ഏറ്റവും കൈമുതലായിട്ടുള്ള ഒരു കാര്യം. അതിലൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം അത് എന്തും ആയിക്കോട്ടെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം മലയാളികൾ. അതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഹാപ്പി ആയിട്ടുള്ള ഓണം ഹെൽത്തി ആയിട്ടുള്ള ഓണമാക്കി മലയാളി അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഒക്കെ നടത്തുന്ന ഒരു കക്ഷിയാണ്, വർഷങ്ങളായിട്ട് അതിന്റെ ഒരു ഒപ്പം നിൽക്കുന്ന ഒരു കക്ഷിയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഒരു സീസൺ അല്ലേ. ഓക്കെ, അതിലേക്കൊക്കെ കടക്കാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് FM 104.8 ഞാൻ RJ വിനീത്. ടൺ കണക്കിന് ഫൺ.
Let's rage. കേരളാസ് നമ്പർ 1 FM സ്റ്റേഷൻ ക്ലബ് FM 104 പുതിയിൽ ഞാൻ ഒട്ടൊരുത്തനാണ് ആർജി വിനീതാണ് നിങ്ങളോടൊപ്പം. അങ്ങനെ ഈ ഒരു ഓണം ഓൺ ആക്കുന്ന ആ ഒരു ചിപ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 2 ഐറ്റംസ് ആണ് ഇപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് താരരാജാക്കന്മാരായിട്ട് നിൽക്കുന്നത്. ഇത് രണ്ടും വരുന്നത് കായയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതാകുന്നതിനേക്കാൾ മുൻപേ തന്നെ വരുന്ന ഒരു കായയിൽ നിന്നാണ് ഇവന്മാർ താരമാകുന്നത്. അതെ, ഈ കായ കൊണ്ടുണ്ടാക്കുന്ന ശർക്കര ഉപ്പേരിയും അതുപോലെ തന്നെ കായ വറുത്തതും, ഈ 2 താരങ്ങളാണ് ഈ പ്രാവശ്യം ഓണസമയത്ത് അത് എന്നും താരമായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു വലിയൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തന്നെ നടത്തുന്ന വർഷങ്ങളായിട്ട് അതിന്റെ ഒരു പാരമ്പര്യമുള്ള ഷിൻജുബായ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചിപ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ട് നമ്മൾ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഈ ഒരു ഓണം സീസണിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അല്ലെ? ശരിക്കും ഇത്രയധികം ഒരു ഭാഗത്തേക്ക് ഒരു 200 കിലോ, മറ്റൊരു ഭാഗത്തേക്ക് 300, 400 ഇത്രയും കിലോ ഒക്കെ ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടുന്ന കായ ഇത് എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്? അതൊരു വലിയൊരു ചോദ്യമാണ്. എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഇവർക്കൊക്കെ വേണ്ട റോ മെറ്റീരിയൽ കിട്ടണം. ഇവരൊക്കെ ഭംഗിയായിട്ട് സാധനം മാനുഫാക്ചർ ചെയ്ത് ഒരുപാട് ആളുകൾക്ക് സന്തോഷത്തിന്റെ ഒരു പാർട്ടാക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്. അതാണ് നമ്മുടെ ഒക്കെ ഇപ്പൊ ഒരു 10-30 കൊല്ലത്തോളമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളായ കാരണം നമ്മൾ ഓരോ കസ്റ്റമേഴ്സും നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാ മേഖലകളിലും, അതായത് ലോകത്തിന്റെ പല മേഖലകളിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും വിളിച്ച് നമ്മളോട് ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചൊരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ. അതാണ് ഒരു മാനുഫാക്ചർക്ക് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയധികം മെറ്റീരിയൽ എവിടുന്നാണ് എന്നുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ പല ഭാഗം, പ്രത്യേകിച്ച് സൗത്ത് ഏരിയയിൽ നിന്നാണ് നമുക്കിത് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഇപ്പോ കേരളത്തിൽ നിന്ന് പറയുന്നത് വയനാട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് കായ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വയനാടിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് കർഷകരുടെ കാര്യം. ഒരുപാട് ഏക്കർ കണക്കിന് കൃഷി നശിച്ചുപോയി, വാഴകൃഷി. ഇവരൊക്കെ വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ഈ സീസണിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങാണ്. ഞങ്ങളെപ്പോലുള്ള മാനുഫാക്ചേഴ്സ് ആയാലും കർഷകരായാലും ഇവരെല്ലാവരും കൂടി കൂടിച്ചേരുമ്പോഴാണ് റിയൽ ബിസിനസ് അവിടെ വരുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള ചിപ്സ്. ഈ ഒരു ദുരന്തം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഭാഗത്തുള്ള കായകളൊക്കെ വളരെ കുറവായിരുന്നു അല്ലെ? പിന്നീട് എവിടെ നിന്നാണ്? തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്ന് വരും ഒരുപാട്. പക്ഷെ കേരളത്തിലെ കർഷകരൊക്കെ അതെന്താ പഴമാക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു കൃഷി സീസൺ അല്ലെ? അതുകൊണ്ട് കായ എന്നുള്ള ഒരു ഐറ്റമാണ് നമുക്ക് വേണ്ടതും അല്ലെ? അതുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ടും തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ആവശ്യക്കാർ കൂടുതലാണ്, ഇതിന്റെ ആവശ്യവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ഈ ഒരു രംഗത്ത് കടുത്ത രീതിയിൽ തന്നെ ഉണ്ടായിരിക്കും. സോ ഓരോരുത്തരും അതിൻ്റെതായിട്ടുള്ള ചില സ്പെഷ്യൽ കൂട്ടുകളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നു. ഞാൻ ബ്രോഡ് ആ ഒരു ചിപ്സ് കഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ ഒരു ശർക്കര കട്ടിയും അത് ഈ ഒരു താങ്കളുടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ പേര് പോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഫ്രഷ് ചിപ്സിൽ നിന്നും കിട്ടുന്നത്. അപ്പോ എന്താണ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ കൂട്ട്? അത് ഓരോ ബ്രാൻഡിനും ഓരോ രഹസ്യ കൂട്ടുകളുണ്ട്. അതാണ് അവരുടെ ട്രേഡ് സീക്രട്ട്. ഞാൻ പറയൂല എന്നല്ലേ? അവർക്ക് എന്തായാലും ചോദിച്ചാണ് നമ്മുടെ ഇത്രയധികം പ്രേക്ഷകർക്ക് അത് കേൾക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. ഒരു റിയൽ ശർക്കരപ്പേരിയുടെ ടേസ്റ്റ് വരുന്നത് അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതില് മെയിനായിട്ട് ചുക്ക്, ഏലക്കായ, ജീരകം, കുരുമുളക്, നെയ്യ്, കായ, അങ്ങനെ ഒരു ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല. ഇത്രയധികം കാര്യങ്ങളെല്ലാം ചേർന്ന് കറക്റ്റ് പാകത്തിന് ഇതങ്ങോട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ എന്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ഓക്കെ, എന്തായാലും കേൾക്കാനായിട്ട് സോങ്സ് ഓർന്ന് അറിയാണ്ട് കേട്ടോളൂ. ക്ലബ് FM 104 പുനീത്. ഞാൻ RJ വിനീത്. കണകിന് ഫാൻ.